ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അനാമികേനെയാണ് കാണിക്കുന്നത്. രേവതി പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യുക, രക്തം കൊടുക്കുകയാണെങ്കിൽ ഇത് മോൾക്ക് തന്നെയല്ലേ നല്ലത്. കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കില്ല, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ രക്തം അങ്ങനെ വെറുതെ കളയാൻ എനിക്കില്ലാന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് പോയി. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഡോക്ടർ നമ്മുടെ ആദർശിനോട് പറയുകയാണ്, തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ അമ്മയുടെ അതേ അസുഖം തന്നെയാണുള്ളത്, പ്രഷർ കുറച്ച് ലോയൊക്കെയാണ് എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർശം ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, പിന്നെ അതുമാത്രമല്ല ബോഡി ഭയങ്കര വീക്കുമാണ്, എങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഹെൽത്തി ഫുഡ് കഴിക്കാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ ഡോക്ടർ പറഞ്ഞത് ശരിയാ, ആഹാരത്തിനോട് അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന അവൾ തന്നെയാണ്, പക്ഷെ വളരെ കുറച്ച് മാത്രമേ അവൾ കഴിക്കാറുള്ളൂ. പലപ്പോഴും വ്രതമൊക്കെ എടുക്കാറുണ്ട്. അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ആ കുട്ടിയിൽ കാണുന്നുണ്ട്. പിന്നെ പറയത്തക്ക അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും ബോഡി വീക്കായിട്ടിരിക്കുമ്പം ഈ ബ്ലഡ് എടുക്കുന്ന കാര്യം അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. പിന്നെ AB നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട വേറെ ആരെയും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അല്ല, നയന് ബ്ലഡ് തരാമെന്ന് പറഞ്ഞതിൽ പിന്നെ അന്വേഷണമൊക്കെ ഞങ്ങൾ നിർത്തിവെച്ചേക്കായിരുന്നു. അത് വേണ്ട, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നയനെ മാറ്റി നിർത്തുന്നത് തന്നെയായിരിക്കും നല്ലത്. ആ കുട്ടിയുടെ ആരോഗ്യാവസ്ഥ ഒത്തിരി പ്രശ്നമല്ലെങ്കിലും നിങ്ങളൊന്ന് ആരെങ്കിലും കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ എൻ്റെ ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, അവളിനി ഇത് മാറ്റി പറയാൻ ചാൻസ് കുറവാണ് അവളുടെ സ്വഭാവം അനുസരിച്ച്, ഏതായാലും ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു കേട്ടോ നയനയോട് ചെന്നപ്പോൾ. നയന പറഞ്ഞു, എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല ആദർശേട്ടാ, എനിക്ക് അത്ര പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, എന്ന് നമ്മളല്ലല്ലോ നയന തീരുമാനിക്കേണ്ടത്. ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണ്ടേ. തൻ്റെ ആരോഗ്യാവസ്ഥ എന്തിനാ ആദർശേട്ടൻ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഞാനാണോ വാശി പിടിക്കുന്നത്? അമ്മയുടെ അസുഖം മാറാൻ വേണ്ടി നിന്നെ രോഗിയാക്കണം എന്നാണോ നീ പറയുന്നത്? ആദർശേട്ടൻ എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പോഴത്തേക്കും ഡോക്ടർ വന്നപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, ഡോക്ടറെ നയന ബ്ലഡ് കൊടുക്കണമെന്ന വാശി തന്നെയാണ്. അല്ല, താൻ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? അത് പിന്നെ ഡോക്ടറെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ദയവ് ചെയ്ത് എനിക്ക് ബ്ലഡ് തരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഡോക്ടർ ചെയ്യണം. അത് പിന്നെ ഇനി 1-2 ടെസ്റ്റും കൂടെ ഉണ്ട്. എന്തായാലും ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി കുറച്ച് ദിവസത്തേക്ക് വീക്കാകും. ഒരാളെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരാൾ ബോധപൂർവ്വം അപകടത്തിലേക്ക് പോകുന്നത് ശരിയാണോ മോളെ? അത് ശരിയല്ലല്ലോ. അത് പിന്നെ ഡോക്ടർ, ഞാൻ സ്ഥിരം വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത്, എനിക്കിതുവരെ ഒരു ക്ഷീണവും തോന്നിയിട്ടില്ല. പിന്നെന്തിനാ? അപ്പം എന്താ, ഞങ്ങൾക്കാണോ തെറ്റുപറ്റിയത്? അങ്ങനെയാണോ കുട്ടി പറയുന്നത്? ഏതായാലും ആദർശേ, സാരമില്ല, ഞാൻ പറയുന്ന ടെസ്റ്റുകളുടെ റിസൾട്ട് കിട്ടിയതിന് ശേഷം നമുക്കൊരു ഫൈനൽ തീരുമാനം എടുക്കാം. അതല്ലേ നല്ലത്? ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല നയന എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡോക്ടർ അങ്ങ് പോയിട്ടോ. നയനെ അങ്ങനെ ഒറ്റക്കാലം നിൽക്കുകയാണ് തൻ്റെ അമ്മായിയമ്മേനെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മുടെ നയനെ പറയാം, ആദർശേട്ടാ, എൻ്റെ അമ്മായിയമ്മയ്ക്ക് ബ്ലഡ് ഞാൻ തന്നെ കൊടുത്തോളാം, എൻ്റെ ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ല, നിനക്ക് എൻ്റെ അമ്മയോട് അത്രയ്ക്ക് ഇഷ്ടമാണോ? അത് പിന്നെ എന്നോട് വെറുപ്പാണെങ്കിലും അമ്മ തന്നെയല്ലേ? അല്ല, മകളായിട്ട് എൻ്റെ അമ്മയ്ക്ക് കാണാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്ത് ചെയ്യാനാ? അതൊന്നും സാരമില്ല ആദർശേട്ടാ, അതിനുവേണ്ടി ഞാൻ വാശിയൊന്നും പിടിക്കില്ല. അമ്മയോടുള്ള എൻ്റെ ഉള്ളിലെ സ്നേഹവും ബഹുമാനവും അതൊക്കെ എത്ര വെറുത്താലും അതെൻ്റെ മനസ്സിൽ കാണും, അത് നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇതുപോലൊരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ അമ്മേനെ സഹായിച്ചേ പറ്റൂ. എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ സ്വന്തം അമ്മേനെ ഞാൻ സഹായിക്കില്ലേ? അതുകൊണ്ട് ആദർശേട്ടൻ സങ്കടപ്പെടുവൊന്നും വേണ്ട, ഞാൻ തന്നെ ബ്ലഡ് കൊടുക്കും. അത് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ അനന്തപുരിയാണ്. അനന്തപുരിയിൽ ജാനകി ഇങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ജലജ വരുക. എന്തേലും ഭാര്യയായിട്ടായിരിക്കും വരുന്നത്, അങ്ങനെയാണല്ലോ, കുത്തിത്തിരിപ്പുണ്ടാക്കാനാണല്ലോ വരുന്നത്. അങ്ങനെ ജലജ വന്നിട്ട് പറഞ്ഞു, അല്ല, നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകണ്ടേ ഏടത്തിനെ കാണാൻ? അത് പിന്നെ എല്ലാവരും കൂടെ അവിടെ പോയി നിൽക്കേണ്ടെന്നാ പറഞ്ഞത്. ഇനി ആണുങ്ങൾ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് പോയി നിൽക്കേണ്ടി വരും, അപ്പം നമുക്ക് പോയാൽ പോരെ ജലജയെ? അപ്പോഴത്തേക്കും അനി വന്ന ഉടനെ നമ്മുടെ ജാനകി ചോദിച്ചു, അല്ല, എങ്ങനെയുണ്ട് ഏടത്തേക്ക്? അത് പിന്നെ ബ്ലഡ് മാറ്റി കയറ്റണമെന്നാ പറഞ്ഞത്. ബ്ലഡ് മാറ്റി കയറ്റണമെന്നോ? അപ്പം സീരിയസ് ആണോ? ലോകത്തെങ്ങും ഇല്ലാത്തൊരു ബ്ലഡ് ഗ്രൂപ്പാ നമ്മുടെ വല്യമ്മയുടെ. അതുകൊണ്ട് തന്നെ ആകെ പ്രശ്നമാകും. അപ്പം അത് കിട്ടാൻ വലിയ പ്രയാസമാണോ? പ്രയാസമാണോന്നോ? അത് കിട്ടാൻ വലിയ പ്രയാസം തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ജലജ മനസ്സിൽ പറയൂ, കിട്ടാതിരുന്നാൽ മതിയായിരുന്നെന്ന്. അപ്പം നമ്മുടെ ജാനകി പറഞ്ഞു, അല്ല, ഇന്നത്തെ കാലത്ത് ഈ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ അതും സംഘടിപ്പിക്കാൻ എളുപ്പമല്ലേ? അത് പിന്നെ എന്ത് ചെയ്യാനാ?
ആ ഏതായാലും നമ്മുടെ ഈ കുടുംബത്തിൽ ഇപ്പോൾ AB നെഗറ്റീവ് ഉള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ കുടുംബത്തിലോ അങ്ങനെ ആരാ ഉള്ളത്? അപ്പോഴത്തേക്ക് ജലജ പറഞ്ഞു എൻ്റെ AB പോസിറ്റീവാ, നെഗറ്റീവ് പോലും അല്ല. അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവാ. ഏതായാലും ഈ കുടുംബത്തിൽ ഇപ്പം ഇല്ലാത്ത ഒരാൾക്കാ ആ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത്. അത് പിന്നെ അനാമിക മോളുടെ കാര്യമാണോ മോനി പറയുന്നത്? അത് തന്നെ, അവളുടെ കാര്യം തന്നെ ഞാൻ പറയുന്നത്. എങ്കിൽ പിന്നെ മോൾ ഏടത്തിക്ക് ബ്ലഡ് കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഈസി ആയിട്ട് അവൾക്ക് കൊടുക്കായിരുന്നു, പക്ഷേ അവള് കൊടുത്തില്ല, അതാ സത്യം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അമ്മ ചിന്തിക്കുന്നത് പോലെ അങ്ങനെയല്ല അമ്മേ കാര്യങ്ങൾ. അവളും അവളുടെ വീട്ടുകാരും ഭയങ്കര സ്വാർത്ഥരാ. അത് പിന്നെ മോളോട് ചോദിച്ചാൽ എന്താ കാരണം എന്നറിയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ മോൾക്ക് എന്തെങ്കിലും ചെറിയ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ലാതെ അവൾ കൊടുക്കാതിരിക്കില്ല, മോള് കൊടുക്കും. അവൾ കൊടുക്കും. അവളുടെ പ്രധാന രോഗം വേറൊന്നുമല്ല, അസൂയ. അങ്ങനെ അസൂയുള്ളവർക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പം ജലജ പറഞ്ഞു, എന്തായാലും ഏടത്തിക്ക് വിഷം കൊടുത്ത പോലെ ഒന്നുമല്ല ആ കൊച്ച് നല്ലവളാ. അതെ, വല്യമ്മ ഒന്നും കൃത്യമായിട്ട് മനസ്സിലാകാത്ത ഇവിടെ ഒന്നും പറയരുത്. ഇനി എന്ത് മനസ്സിലാക്കാനാണ്? ആ പാല് തിളപ്പിച്ചു വെച്ചത് അവളല്ലേ? അത് പിന്നെ നയനേടത്തി പാല് കലക്കി വെച്ചെങ്കിൽ അത് കൊടുക്കാൻ വെച്ചത് വേറെ ആർക്കുമല്ല, നവ്യേടത്തിക്കാ. അപ്പൊ പിന്നെ നവ്യേടത്തിയോട് ദേഷ്യമുള്ളത് ആരാ? ഇവിടെ വേറെ ആർക്കും അല്ലല്ലോ ദേഷ്യമുള്ളത്. അത് പിന്നെ അപ്പച്ചിക്കും അപ്പച്ചിയുടെ മോനുമാ. ഓഹോ, നീ എന്നെ കുറ്റം പറയുകയാണോ? കേട്ടോ ജാനകി, അവസാനം എല്ലാ കുറ്റവും എന്റെയും എൻ്റെ മോന്റെയും തലയിലെ കെട്ടിവെക്കാൻ ഇവിടെ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഞങ്ങൾ മതിയായില്ലെങ്കിലേ നിന്റെ മരുമോളും നിന്റെ അമ്മയും പ്രതിയാകണം. അതാ ഇവന്റെ ഒരേ ലക്ഷ്യം. അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു, വീടിന്റെ അകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, പാല് തിളപ്പിച്ചത് നയനയാ. അവള് പാല് ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാ തയ്യാറാക്കിയത്. എന്നാൽ നവ്വിക്ക് കൊടുക്കുന്നതിന് മുമ്പ് അത് ഏടത്തി എടുത്ത് കുടിച്ചു, അതാ സംഭവിച്ചത്. അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, അപ്പൊ ശരിയാ, ഞാൻ സംശയിക്കുന്ന പോലെ തന്നെയാ ജാനകി നീയും സംശയിക്കുന്നത്. അപ്പം ഇതൊക്കെ തന്നെയാ കറക്റ്റ്. നവ്യയുടെ അനിയത്തിയാണ് നയനയെങ്കിലും ഈ വീട്ടിലെ മൂത്ത മരുമകളാണല്ലോ നയന. ഇനി മൂത്ത മരുമകൾക്ക് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഇളയ മരുമകൾക്ക് കുഞ്ഞ് ജനിക്കാൻ പാടില്ല. അതാണ് നവ്യ ആഗ്രഹിച്ചത്. എന്നിട്ട് നവ്യ എന്ന് പറയുന്നവർക്ക് അതും മനസ്സിലാകുന്നില്ലല്ലോ. ഇവിടേക്ക് രണ്ടും കൂടി വരുന്ന സമയത്ത് ചേച്ചിക്ക് അനിയത്തിയെ ചതുർത്ഥിയായിരുന്നു, ഇപ്പോഴാണ് അടയും ചക്കരയും ആയത്. സത്യത്തിൽ അവളായിരുന്നു ആ പാല് കുടിക്കേണ്ടത് ജാനകി. അപ്പോഴത്തേക്കും അനി പറഞ്ഞു, ഓഹോ, അപ്പം ഇപ്പോഴും മനസ്സിലിരിപ്പ് അപ്പച്ചിയുടെ പേരക്കുട്ടി പോണം എന്നാണല്ലേ? അത് പിന്നെ പേരക്കുട്ടി പോകുന്നതിൽ എനിക്ക് മറ്റാരെക്കാളും സങ്കടമുണ്ട്. പക്ഷെ ഇവിടെ അനിയത്തി ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിക്കേണ്ടത് ചേച്ചിയല്ലേ, അല്ലാതെ നിരപരാധിയായ ഏടത്തിയാണോ? ഇപ്പൊ ഇങ്ങനെ നിന്ന് യഥാർത്ഥ കുറ്റവാളികളെ ന്യായീകരിക്കുന്നവർക്ക് തന്നെ അറിയാം ആരാ ഇത് ചെയ്തതെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ വെളിപ്പെടും. അതെ, വെളിപ്പെടും. അന്ന് രണ്ടെണ്ണം ഇവിടുന്ന് പുറത്താകുകയും ചെയ്യും. പ്രത്യേകിച്ച് നയനാന്ന് പറയുന്നവള്, നീ നോക്കിക്കോ, അവളെപ്പോലെയുള്ളൊരു പാക്ഷാണത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അമ്മേ, മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുക ഞാൻ. അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എങ്കിലും ഏടത്തിയെ കുറ്റപ്പെടുത്തുന്ന ഈ നാവുണ്ടല്ലോ, അതിനെ നിയന്ത്രിക്കുന്ന നല്ലത്. അല്ലെങ്കിൽ തിരിച്ചടികൾ നിരന്തരം വരും, അത് ഇരന്ന് വാങ്ങുന്ന പോലെയാകും. അതും മറക്കരുത് എന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് പോയിട്ടോ. ഏതായാലും ജാനകി ജലജ ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ്. ഏതായാലും ജാനകിക്ക് ജലജയ്ക്ക് ഇപ്പൊ നയനെ കുറ്റപ്പെടുത്താനും നയനെ പ്രതിയാക്കാനും ആണല്ലോ ഇഷ്ടം. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറഞ്ഞു, ഇവനൊക്കെ ഇപ്പോഴും അവളെ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? ഏടത്തിയുടെ വയറ്റിൽ ചെന്നതിനേക്കാൾ കൊടിയ വിഷമുണ്ട് അവളുടെ നാവില്. അതുകൊണ്ടാ അവള് ഈ വീട്ടിലെ എല്ലാ ആണുങ്ങളെ മയക്കി വെച്ചിരിക്കുന്നത്, അച്ഛനും ഉൾപ്പെടെ. കൂട്ടും വിഷം അവളുടെ ശിരസിലൂടെയും ശരീരത്തിലൂടെയൊക്കെ ഓടുന്നത് എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ജാനകി അങ്ങ് പോയിട്ടോ. അപ്പം ജലജ ഇങ്ങനെ നിൽക്കുക, അടുത്ത ഇനിയിപ്പം എന്ത് ചെയ്യും, ഇനിയിപ്പം ആരെ വേണം തല്ലി പിരിപ്പിക്കാൻ എന്നൊക്കെ ഓർത്ത് നിൽക്കുകയാണ്. ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ നയനയാണ് കേട്ടോ. നയന ഇങ്ങനെ ബ്ലഡ് കൊടുത്തോണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. പുറത്ത് വെയിറ്റ് ചെയ്ത് ആദർശം ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ പതിയെ ബ്ലഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ നയന ഇറങ്ങി വരികയാണ്. അപ്പം ആദർശ് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അപ്പം സിസ്റ്റർ പറഞ്ഞു, അത് പിന്നെ കുറച്ച് സമയത്തേക്ക് ക്ഷീണമൊക്കെ കാണും കേട്ടോ, ഭക്ഷണം നന്നായിട്ട് കൊടുക്കണം. എന്നിട്ട് സിസ്റ്റർ അങ്ങ് പോയി. അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, എൻ്റെ പൊന്നു നയനെ, ഇത്രയും റിസ്ക് എടുത്താ നീ ബ്ലഡ് കൊടുത്തതെന്ന് അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ. അതൊന്നും സാരമില്ല, നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം. ചെയ്ത കാര്യങ്ങൾ എന്തിനാ വിളിച്ചു പറയേണ്ടത്? അതിൻ്റെ കാര്യമുണ്ടോ? അല്ല, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്?
നീ അങ്ങോട്ടേക്ക് പോയപ്പോൾ എങ്ങനെയുണ്ടോ അങ്ങനെ തന്നെയാ. ബ്ലഡ് ഇപ്പം കൊണ്ടുവന്നതല്ലേ ഉള്ളൂ. നമുക്കിപ്പോൾ ക്യാൻറ്റീനിൽ പോകാം, എന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. അത് പിന്നെ എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, ജ്യൂസോ വല്ലതും മതി. ഹേയ്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്തെങ്കിലും കഴിക്കണം. ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കണം. ഓഹ് എൻ്റെ പൊന്ന ആദർശേട്ടാ, പാലെന്ന് കേൾക്കുന്നത് എനിക്കിപ്പോൾ പേടിയാ. നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടി അമ്മ മനഃപൂർവ്വം എന്നോട് വ്രതം പിടിക്കാൻ പറഞ്ഞതാണെങ്കിൽ അത് അമ്മയ്ക്ക് ദോഷം വരുത്തുമെന്ന് മുത്തശ്ശൻ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ അങ്ങനെയാണെന്നാ. പക്ഷെ ഇപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് വ്രതം പിടിക്കുന്ന ആർക്കു വേണ്ടിയാണെന്നോ? അമ്മയുടെ ആയുസ്സിനും അമ്മയുടെ ആരോഗ്യത്തിനും വേണ്ടിയാ. അങ്ങനെ തന്നെയാ ആദർശേട്ടാ വേണ്ടത്. ഞാൻ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി കിടന്നപ്പോഴും അമ്മയ്ക്ക് വേണ്ടി തന്നെയാ പ്രാർത്ഥിച്ചത്. അമ്മേനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എങ്കിൽ നീ ബാ, നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ കൊണ്ടുപോയി ജ്യൂസൊക്കെ മേടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആദർശ്. അങ്ങനെ ആദർശ് പറയുക, ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിനക്കിപ്പോൾ നല്ല ക്ഷീണമുണ്ട്, അവിടുന്ന് ഇവിടെ വരെ നീ നടന്നു വന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. അത് പിന്നെ ഞാൻ ആദ്യമായിട്ട് ആദർശേട്ട ബ്ലഡ് കൊടുത്തത്. എന്ന് വെച്ചാൽ ബ്ലഡ് കൊടുക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, AB നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ബ്ലഡ് ചോദിച്ചുകൊണ്ട് ആരും ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത്. ബ്ലഡ് കൊടുക്കുന്നതൊക്കെ നല്ലതാ നയന. പക്ഷെ നിന്റെ കണ്ടീഷൻ അത് മോശമായതുകൊണ്ട് എൻ്റെ കണ്ടീഷൻ ഒരു കുഴപ്പമില്ല ആദർശേട്ടാ, ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. ആദർശേട്ടന് ഇനി ഓരോന്ന് പറഞ്ഞ് എൻ്റെ കണ്ടീഷൻ മോശമാക്കാതിരുന്നാൽ മതി. ഇപ്പം തൽക്കാലം ഒരു പ്രശ്നമില്ല. അത് പിന്നെ ബാങ്കിൽ കുറച്ച് ബ്ലഡ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതും കൊണ്ടൊന്നും തികയില്ലായിരുന്നു. നീയും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അമ്മയുടെ ജീവനാ ഇപ്പം നമുക്ക് പ്രാധാന്യം. അറിഞ്ഞോ അറിയാതെയോ ഞാനാ ഇപ്പൊ കുറ്റക്കാരിയായിട്ട് നിൽക്കുന്നത്. നീ എന്താ അങ്ങനെ പറഞ്ഞത്? നീ അങ്ങനെ ഇനി പറയരുത്. അത് പിന്നെ ഞാൻ ചേച്ചിക്ക് കാച്ചിവെച്ച പാലല്ലേ അമ്മ എടുത്ത് കുടിച്ചത്. അതിലാരാ വിഷം കലർത്തിയതെന്ന് എനിക്കറിയില്ല. എങ്കിലും അത് ഞാൻ എടുത്തു വെച്ച പാലല്ലേ ആദർശേട്ടാ. എൻ്റെ കൈകൊണ്ടല്ലേ ഞാൻ ആ പാലെടുത്ത് വെച്ചത്. അമ്മയുടെ ജീവന് ഉറപ്പായിട്ടും രക്ഷപ്പെടും. നീയൊന്ന് ഓർത്തു നോക്കിയേ, ആ പാല് നവ്യ കുടിച്ചിരുന്നെങ്കിൽ അവളും രക്ഷപ്പെടും. പക്ഷെ അവളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കില്ലായിരുന്നോ? അയ്യോ ആദർശേട്ടാ, അതെനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? നീ ഇനിയിപ്പം ചിന്തിക്കേണ്ട, ദൈവം കാത്തൂന്ന് പറഞ്ഞാൽ മതി. നീ ഇതൊക്കെ കുടിക്ക്. അതെ, ഈ ഒരു ജ്യൂസ് മാത്രം പോരാ, ഒരു ജ്യൂസ് കൂടെ കുടിക്കണം. വേണ്ട ആദർശേട്ടാ, എനിക്ക് വേണ്ട. അതെ, പറയുന്ന അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് ഒരു ജ്യൂസും കൂടെ മേടിക്കുകയാണ് കേട്ടോ. ABC ജ്യൂസ് മതി എന്ന് പറഞ്ഞ് ABC ജ്യൂസാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മുടെ നയന പറഞ്ഞു, എനിക്ക് അങ്ങനെ കുടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല, ഇപ്പം തന്നെ വയറ് നിറഞ്ഞു. ഒരു ജ്യൂസല്ലേ, അത് കുടിക്കാന്നുള്ളതേ ഉള്ളൂ, നീ കുടിക്കണം, കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഓരോ ആഹാരമൊക്കെ നമ്മുടെ നയനെ കൊണ്ട് കഴിപ്പിക്കുകയാണ് കേട്ടോ ആദർശ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ജയനെയും അതുപോലെ തന്നെ വേണുവിനെയാണ്. അപ്പം വേണു ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ വേണു വന്നിട്ട്, ജയ എന്താ ഈ കാര്യങ്ങൾ, ബ്ലഡൊക്കെ ശരിയായോ? ശരിയായി, ബ്ലഡൊക്കെ ശരിയായി. ഒരാൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നു. ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ കിട്ടാൻ വലിയ പ്രയാസമാണ്. എങ്കിലും ഞാനത് സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലൊക്കെ ആയിരുന്നു. ഇനി അതിൻ്റെ ആവശ്യമില്ല വേണു, ഇനിയിപ്പം വേണ്ടല്ലോ. ഇടയ്ക്ക് അനാമിക മോള് പറഞ്ഞിരുന്നു, ആരെയും കിട്ടുന്നില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി വരാമെന്ന്. സാരമില്ല, ഞാൻ പറഞ്ഞല്ലോ ഒരാളെ കിട്ടിയെന്ന്. അല്ല, മിസ്സസിന് എങ്ങനെയുണ്ടോ? ഒന്നും പറയാറായിട്ടില്ല. എങ്കിലും കൊലച്ചതിയായി പോയി മരുമോള് ചെയ്തത്. അതെന്താ വേണു അങ്ങനെ പറഞ്ഞത്? അല്ല, രാത്രി പാല് കാച്ചി വെച്ചത് മരുമോളല്ലേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കണമെന്ന്. അല്ലെങ്കിൽ ഇതുപോലെ വാശി വൈരാഗ്യം ഒക്കെ മനസ്സിൽ കയറും. ഇത് യാത്ര മുടങ്ങിയല്ലോ, അതുകൊണ്ട് നൈസായിട്ട് അമ്മായിയമ്മക്കിട്ട് മരുമോൾ ഒരു പണി കൊടുക്കുകയും ചെയ്തു. അത് തന്നെയാ. വേണു, ഒരിക്കലും അങ്ങനെ പറയരുത്. നയനമോള് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നയനമോൾ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. എന്നു മാത്രമല്ല, അമ്മായിയമ്മ രാത്രിയിൽ വന്ന് പാല് കുടിക്കുമെന്ന് കരുതിയിട്ടല്ലല്ലോ മോള് പാല് കാച്ചി വെച്ചത്. അവളുടെ ചേച്ചിക്ക് വേണ്ടിയാ പാല് ചൂടാക്കി വെച്ചത്. അപ്പൊ ചേച്ചിയോട് അനിയത്തിക്ക് വൈരാഗ്യം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ വേണം കരുതാന്. ആ വീട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ ചേച്ചി അനിയത്തിയും തമ്മില് കീരിയും പാമ്പും പോലെ ആയിരുന്നല്ലോ. പിന്നെ എന്തു പറ്റി ഇവർക്ക്? അപ്പൊ മൂത്ത മരുമോളായ നയനയ്ക്ക് മുന്നേ നവ്യ പ്രസവിക്കുന്നത് അത് ജയന്റെ മരുമോൾക്ക് കണ്ണുകടി കാണുമായിരിക്കും. അങ്ങനെ മാറ്റി വെച്ചിരുന്ന വിഷം ചേർത്ത് വെച്ചിരുന്ന പാല് അത് ദേവയാനി എടുത്തു കുടിച്ചു. അതാ സത്യം എന്താണെന്ന് ഇതുവരെ വേണു ആർക്കും പിടികിട്ടിയിട്ടില്ല. അച്ഛൻ വിളിച്ചപ്പം ഈ ഒരു കാര്യത്തിന്റെ പേരില് പോലീസിനെ കുടുംബത്തിൽ കയറ്റാൻ ബുദ്ധിമുട്ടുണ്ടെന്നാ അച്ഛൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ. എന്തായാലും വീടിനകത്ത് ഉള്ളവർ തന്നെ ആയിരിക്കുമല്ലോ ഇതിന്റെ പ്രധാന പ്രതി. അത് ശരിയാ.
ചില സമയത്ത് ഇതുപോലെ ആത്മാഭിമാനം ഒന്നും നോക്കരുത്. നമ്മുടെ മനസമാധാനത്തിന് വേണ്ടി ശരിക്കുള്ള പ്രതിയെ കണ്ടെത്തണം. അതല്ലേ വേണു ചെയ്യേണ്ടത്. അപ്പൊ പിന്നെ പരസ്പരം പഴിചാരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അന്വേഷിച്ച് നോക്കുന്നത് അല്ലേ ചെയ്യാൻ നല്ലത്. അല്ല, ആദർശ് അകത്തുണ്ടോ? ആദർശ് അകത്തുണ്ട്, ഐസിയുന്റെ മുന്നിലുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ ആദർശിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആദർശിന്റെ അടുത്തേക്ക് പോകും. അവിടെ ചെന്ന് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ വേണു നേരെ ആദർശിന്റെ അടുത്തെത്തി. അങ്ങനെ വേണു ആദർശനോട് പറഞ്ഞു, ഞാനേ 1-2 പേരെ സംഘടിപ്പിച്ച് വെച്ചിരുന്നു. അപ്പോഴാണ് മോന്റെ അച്ഛൻ പറഞ്ഞത് ബ്ലഡ് കൊടുക്കാൻ വേറെ ആളായെന്ന്. അല്ല, പൈസ വല്ലതും ചോദിച്ചിരുന്നോ ഈ ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞവര്? അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അങ്ങനെയൊന്നും ചോദിച്ചില്ല. എങ്കിലും അവർ തന്നു കഴിയുമ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞങ്ങ് കൊടുത്തേക്കണം. ഒരു കോടിയോ 2 കോടിയൊക്കെ അങ്ങ് കൊടുക്ക്. ഏതായാലും ആ സമയത്ത് ഞാൻ വരാം. ഇനിയിപ്പോൾ പൈസ കൊടുക്കാനില്ലെങ്കിൽ എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാന്നേ, കൊടുക്കാന്നേ. അതെ, അങ്ങനെ പൈസ വാങ്ങിക്കുന്നവരല്ല ബ്ലഡ് കൊടുത്തത്. ഓഹോ, അപ്പം ബ്ലഡ് കൊടുത്തു കഴിഞ്ഞോ? കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ നമ്മളെപ്പോലെ നല്ല മനസ്സുള്ള വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, വേറെ മനസ്സുള്ളവരുണ്ടല്ലോ. അത് തന്നെ നല്ല കാര്യം ആദർശ് മോനെ. പിന്നെ ചില ആൾക്കാരൊക്കെ വീടിനകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. ഇത് കേട്ട ഉടനെ നമ്മുടെ നയന പറഞ്ഞു, അത് തന്നെ എനിക്ക് പറയാനുള്ളത്. നല്ല മനസ്സുള്ളവർ എവിടെ ചെന്നാലും പ്രശ്നം തന്നെ ആയിരിക്കും. അതെ, ഇത് പറഞ്ഞിട്ടേ നിന്റെ മുഖം കണ്ണാടിയിലേക്കൊന്ന് നോക്കണം ഇടയ്ക്ക്. അപ്പം നന്നായിട്ട് മനസ്സിലാകും. അപ്പൊ ആദർശ് ചോദിച്ചു, അതെന്തിനാ ഇവള് കണ്ണാടിയിലേക്ക് നോക്കണത്? അല്ല, വെറുതെ ഇവളൊന്ന് കണ്ണാടിയിലേക്ക് നോക്കട്ടെ, കണ്ടിരിക്കാലോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അല്ല, ഇപ്പം ദേവയാനിനെ കയറി കാണാൻ പറ്റുമോ? ഇല്ല, അമ്മ മയക്കത്തില്ല. എന്നാ പിന്നെ ഞാൻ പിന്നെ വരാം. ഞാൻ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മായി അമ്മയെ ഹോസ്പിറ്റലിലാക്കിയിട്ട് കാവലിരിക്കുകയല്ലേ മരുമോള്. കൊള്ളാം, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു, അയാളുടെ സംസാരം കേൾക്കുമ്പം സത്യം പറഞ്ഞ പരിധി വിട്ടുപോകും. അടി കൊടുക്കേണ്ടതാ കാരണത്ത്. അടി മുതൽ മുടി വരെ വിഷവും അയാളുടെ ശരീരത്ത് മുഴുവനും. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു, നീയേ വലിയൊരു കാര്യം അമ്മയ്ക്ക് വേണ്ടി ചെയ്തത്. അത് മറക്കണ്ട. പക്ഷെ നിന്റെ മനസ്സിൽ അമ്മയോട് ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഒരിക്കലും നമ്മുടെ സുഖവും സന്തോഷവും അമ്മ തല്ലിക്കെടുത്തതിന് നീ അമ്മയെ ശപിക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദർശേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയോട് എനിക്ക് ദേഷ്യമുണ്ടെന്നോ? ഒരിക്കലും ഇല്ലാട്ടോ. ഞാൻ എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഈശ്വരനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ എനിക്കറിയാം, നിനക്ക് അങ്ങനെ ഒരു നല്ല മനസ്സുണ്ടെന്ന്. പക്ഷേ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ദാമ്പത്യം തടയുന്ന അമ്മായിയമ്മമാരോട് ഏത് മരുമക്കൾക്കും ഒരു ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു ദേഷ്യം ഇല്ലാതെ ചേട്ടാ എനിക്ക് ഒട്ടുമില്ല. പിന്നെ ഇഷ്ടമില്ലാത്ത മരുമകളെ അമ്മയ്ക്ക് വീട്ടിനകത്തേക്ക് വിളിച്ചു കയറ്റേണ്ടി വന്നില്ല. അതിൻ്റെ അമർഷം അമ്മ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്നോടുള്ള സ്നേഹക്കുറവൊന്നുമല്ല. അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലേ അമ്മ ഒരു നല്ല അമ്മയും മരുമകളും ഒക്കെ തന്നെയാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. എത്ര നന്നായിട്ടാ അമ്മ ആദർശേട്ടനെ നോക്കിയത്. ഒരു കുഞ്ഞിനെ വേണ്ടെന്ന് തന്നെ വെച്ചില്ലേ അമ്മയ്ക്ക് ആദർശേട്ടന് വേണ്ടി. ആ കഥകളൊക്കെ ആദർശേട്ടൻ എന്നോട് പറഞ്ഞതല്ലേ. പിന്നെ ആദർശേട്ടൻ്റെ അച്ഛനോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ എന്ത് സ്നേഹവും ബഹുമാനവും ഒക്കെ അമ്മയ്ക്ക്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ അമ്മയ്ക്ക് നല്ല മനസ്സാ. എല്ലാവരെയും സ്നേഹിക്കാനുള്ളൊരു മനസ്സുമുണ്ട്. അത് ഞാൻ തിരിച്ചറിഞ്ഞതാ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഏതാണെന്ന് അറിയാമോ നയന നിനക്ക്? ഇല്ല, അതെന്താ അങ്ങനെ പറഞ്ഞത്? അത് ഏത് ദിവസമാണ്? അത് നിന്റെ അമ്മ, അല്ല സോറി, എൻ്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്ന ദിവസം. അല്ല, അതിനു വേണ്ടിയല്ലേ ആദർശേട്ടൻ മല കയറുന്നത്? എല്ലാ വർഷവും മല കയറാറുണ്ട്. 42 ദിവസമൊന്നും വ്രതം എടുക്കാറില്ല. 1-2 ആഴ്ചയൊക്കെ ഉള്ളൂ. ഏതായാലും ഈ വർഷം കാൽനടയായിട്ട് തന്നെയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് പിന്നെ അത് കഠിനമല്ലേ ആദർശേട്ട? അത് വേണോ? അച്ഛനും ഇളയച്ഛനും എല്ലാം അത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അബിയ പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞത്, അത് പിന്നെ കാര്യമാക്കുന്നില്ല. അവന് വേറെ രീതി പോവുകയാണെ പോട്ടെ. ഏതായാലും ഈ തവണ നടന്ന് തന്നെ പമ്പയിലെത്തണം, മല കയറണം, അയ്യപ്പനെ തൊഴണം. നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതവും അമ്മയുടെ അസുഖവും മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെ ആരോഗ്യവും ഒക്കെ എനിക്ക് വേണ്ടത്. അതെല്ലാം അയ്യപ്പനോട് പറയണം. അതിനപ്പുറം എനിക്കൊരു സുഖവും സന്തോഷവും ഇല്ല നയന. ഈ ഒരു സുഖവും സന്തോഷവും ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം തൃപ്തിയായി എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ നയനയെ ആദർശ് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ആദർശ് പറയുക, ചിലപ്പം ഇതൊക്കെ നല്ലതിനായിരിക്കും നയന. അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വരണമെന്നും അമ്മയുടെ അസുഖം മാറാൻ നീ ബ്ലഡ് കൊടുക്കണമെന്നും ഒക്കെ അത് അയ്യപ്പൻ്റെ തീരുമാനമായിരിക്കും. അങ്ങനെ അയ്യപ്പൻ തീരുമാനിച്ചതല്ലേ ഇത്? ഇതൊക്കെ അറിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ
എൻ്റെ എൻ്റെ അമ്മയുടെ ദേഷ്യം മാറും. പക്ഷെ ഇവിടെ നീയാണ് ബ്ലഡ് കൊടുത്തതെന്ന് അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ. അത് പിന്നെ പറഞ്ഞാൽ കൂടുതൽ കുഴപ്പമാവും ആദർശേട്ടാ. എൻ്റെ മുഖം കാണുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല. ആ സ്ഥിതിക്ക് ഞാനാ ബ്ലഡ് കൊടുത്തതെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ഹേയ് അത് ശരിയാവില്ല. അമ്മയുടെ ജീവൻ നിലനിർത്തുന്നത് എൻ്റെ ബ്ലഡാണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും അമ്മ സഹിക്കില്ല. ഒന്നും ഓർക്കണ്ട ആദർശേട്ടാ, ഇപ്പൊ ഒന്നും ഓർക്കണ്ട. ആദർശേട്ടൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ. ഭർത്താവിന്റെ സ്നേഹം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമാധാനം അതെനിക്ക് കിട്ടുന്നുണ്ടല്ലോ. അതിൽ ഞാനിപ്പം തൃപ്തി അടങ്ങി നിൽക്കുന്നത്. അത് മതി ആദർശേട്ടാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും ഇത് ആദർശിന് കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട് വിഷമമൊക്കെ തോന്നുകയാണ്, സന്തോഷം തോന്നുന്നുണ്ട്. ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.